അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തഅല്ലമുൽ ഖുർആന ഫഖറഊഹു ഫഇന്ന മിസ്ലൽ ഖുർആനി ലിമൻ തഅല്ലമഹു ഫഖറഹു വഖാമ ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഖുർആൻ പഠിക്കുക, എന്നിട്ടത് പാരായണം ചെയ്യുക. കാരണം ഖുർആൻ പഠിക്കുകയും അത് പാരായണം ചെയ്യുകയും അതനുസരിച്ച് നിലനിൽക്കുകയും ചെയ്യുന്ന ആള് കമസലി ജിറാബിൻ മഹ്ശൂബിൻ മിസ്കൻ യഫൂഹു റിഹു ഫീ കുല്ലി മകാൻ. അദ്ദേഹത്തിന്റെ ഉപമ നബി തങ്ങൾ പറയുന്നു, ഒരു തോൽപാത്രം, അതിൽ നിറയെ കസ്തൂരി നിറച്ചിരിക്കുന്നു. തോൽപാത്രത്തിന്റെ മുകൾ ഭാഗം തുറക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരവസ്ഥയാണ്. ആ തോൽപാത്രത്തിൽ നിന്നും കസ്തൂരി നാലാ ഭാഗത്തേക്കും സുഗന്ധം വീശുന്നതാണ്. ഇതുപോലെയാണ് ഖുർആൻ ഓതുകയും അത് പഠിക്കുകയും ചെയ്ത ആൾ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മസലു മൻ തഅല്ലമഹു ഫയർഖുദു. ഒരാൾ ഖുർആൻ പഠിച്ചു എന്നിട്ട് ഓതാതെ കിടന്നുറങ്ങി, എന്നാൽ വഹു ഫീ ജൗഫിഹി കമസലി ജിറാബിൻ ഊഖിയ അലാ മിസ്കിൻ. എന്നാൽ അദ്ദേഹം ഒരു തോൽപാത്രം, അതിൽ നിറയെ മിസ്ക് കസ്തൂരി ഇട്ടു, എന്നിട്ട് ആ തോൽപാത്രം കെട്ടി ഭദ്രമാക്കി വെച്ചു. ഇതുപോലെയാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. ഒരിക്കലും പുറത്തേക്ക് സുഗന്ധം വമിക്കുകയേയില്ല. എന്നാൽ തോൽപാത്രത്തിന്റെ ഉള്ളിലോ നല്ല വിലപിടിപ്പുള്ള സുഗന്ധമുള്ള നല്ല മൂല്യമുള്ള കസ്തൂരിയാണ്. പക്ഷേ പുറത്തേക്ക് ആർക്കും ആസ്വദിക്കാൻ കഴിയുന്നില്ല. ഇതുപോലെയാണ് ഖുർആൻ പഠിക്കുകയും അത് പാരായണം ചെയ്യാതെ ഉറങ്ങുകയും ചെയ്യുന്ന ആളുടെ ഉപമ.